അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ നോമ്പ് അങ്ങനെ റാഹത്തായിട്ട് അവസാനത്തെ പത്തിങ്ങനെ കടന്നിട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അത് എണ്ണപ്പലഹാരങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും മടുത്ത് കാണും. ഞാൻ ഈ നോമ്പ് സമയത്ത് മാത്രം ഇങ്ങനെയുള്ള കടികളൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ദേ നമുക്ക് നല്ല കറുമുറ മുരുമുര എന്നുള്ള ചമ്മന്തിയൊക്കെ വെച്ചിട്ടുള്ള ഈ കബാബ് ഉണ്ടാക്കാവേ. അതിനായിട്ട് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുതിന എൻ്റെ തോട്ടത്തിലുണ്ടായ പുതിനയാണ്. അതേ നോക്കിക്കേ എൻ്റെ അടീനിയം പൂക്കളൊക്കെ നിൽക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് ചെറിയ ഉള്ളിയും മല്ലിയിലയും ഉപ്പിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അത് നമുക്ക് ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് തോട് കളഞ്ഞെടുക്കാവേ. മുട്ട പുഴുങ്ങുമ്പോഴേ കുറച്ച് ഉപ്പിട്ടിട്ട് പുഴുങ്ങുക. അതുപോലെ തന്നെ മുട്ട ഒരുപാട് നേരിട്ട് വേവിക്കരുത് കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം പൊളിച്ചെടുക്കാൻ പറ്റുമേ. ഇനി ഇത് പൊളന്നെടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അത് കനം കുറച്ചിട്ട് വേണം ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. പിന്നെ ഞാനിതേ മൈദയുടെ ബാറ്ററിലാണ് കേട്ടോ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുന്നത്. ഒരെണ്ണം റോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത പഠിച്ചോനെ പച്ചമുളക് ചേർത്തില്ലല്ലോ എന്ന്. പിന്നെ ഇച്ചിരി തേങ്ങാടകത്ത് 4 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി അരച്ചെടുത്തിട്ട് ബാക്കി എല്ലാ കബാബും ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നോമ്പിൻ്റെ ഹാല് കാരണമേ എന്തൊക്കെയാണെന്ന് പോലും മറന്നു പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കബാബൊക്കെ നല്ല തിളച്ച എണ്ണയിലിട്ട് തിരിച്ച് മറിച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ കറുമുറ മുരുമുര എന്നുള്ള കബാബ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത്.